പ്രധാനമായിട്ടും സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്ന, അല്ലെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം ഏതെങ്കിലും ഒരു കോച്ചിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന, റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെയാണ് സാധാരണ ഉണ്ടാവുന്ന സംശയം. അതായത് അവർക്ക് ഏതൊക്കെ എക്സാം എഴുതാം, അല്ലെങ്കിൽ ആ എക്സാം കൊണ്ട് ഏതൊക്കെ കോഴ്സുകൾക്ക് അവർക്ക് എൻട്രി കിട്ടും, അല്ലെങ്കിൽ അവർക്ക് അലോട്ട്മെന്റിന് കൊടുക്കാം. അങ്ങനെയുള്ള കുറെ സംശയങ്ങളുണ്ട്. കുറച്ച് കുട്ടികൾക്കൊക്കെ അറിയാം, കുറച്ച് കുട്ടികൾക്ക് അറിയില്ല. അങ്ങനെ എല്ലാവർക്കും വേണ്ടി ജനറൽ ആയിട്ട് പ്രധാനമായിട്ടും സയൻസ് എടുത്ത് പഠിച്ച, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ +2 പാസ് ഔട്ട് ആയ കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയാണ് ശരിക്കും ഈ വീഡിയോ. അപ്പൊ ഈ വീഡിയോയില് മെയിൻ ആയിട്ട് +2 സയൻസ് എടുത്തവരെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഒരുപാട് വീഡിയോ ലോങ് ആവും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എക്സാമുകൾ മാത്രമാണ്. ഒരുപാട് എക്സാമുകളുണ്ട്. അതിൽ മേജർ ആയിട്ടുള്ള എക്സാമുകളും അതിന്റെ അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ അപ്ലിക്കേഷനെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല, കാരണം അവരുടെ അലോട്ട്മെന്റ് വേണം, അല്ലെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വേണം. അപ്പൊ ഏതൊക്കെ എക്സാം എഴുതാം എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ റാങ്ക് ലിസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എവിടെയൊക്കെ പോവാം. ഈ 2 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുക. ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ്, അല്ലെങ്കിൽ ചെയ്യുന്നത് ജനുവരി 2024 ചെയ്യുന്നതാണ്. അപ്പൊ ഈ 2024 മാർച്ചിൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാം, +2കാർക്ക് ഉപയോഗിക്കാം, +1കാർക്ക് ഇതിനൊരു ഐഡിയ കിട്ടും. അടുത്ത വർഷം അവർക്ക് ഇതിനൊക്കെ അപ്ലൈ ചെയ്യാം, റിപ്പീറ്റേഴ്സും ഉപയോഗിക്കാം. പ്രധാനമായിട്ടും കുട്ടികൾ 3 സയൻസ് സബ്ജക്ട് കഴിഞ്ഞവര് 3 ഫീൽഡാണ് സെലക്ട് ചെയ്യുക. മെഡിക്കൽ ആൻഡ് അല്ലെങ്കിൽ അതിൽ MBBS, BDS, BSc നഴ്സിംഗ്, ആയുർവേദം, യോഗ ഒക്കെ വരും. പിന്നെ ഉള്ളത് എഞ്ചിനീയറിംഗ് കോഴ്സ്, പിന്നെ ഉള്ളത് UG കോഴ്സസ്, അല്ലെങ്കിൽ UG PG ഇന്റഗ്രേറ്റഡ് കോഴ്സ്. ഈ 3 സ്ട്രീമിലാണ് കുട്ടികൾ ചൂസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇത് 3 സെഷൻ ആക്കി. ഈ മെഡിക്കൽ അലൈഡ് കോഴ്സിൽ പ്രധാനമായിട്ടും നീറ്റാണ് ഏറ്റവും കൂടുതൽ എക്സാം അല്ലെങ്കിൽ കുട്ടികൾ എഴുതുന്നതാണ്. ഈ നീറ്റ് എക്സാം കൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സ് കിട്ടുമെന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ട് MBBS. ഇന്ത്യയിലെ എവിടെയും, ഇന്ത്യക്ക് പുറത്തും MBBS നിങ്ങൾ പോകണമെങ്കിൽ നീറ്റ് ക്വാളിഫൈ ആവണം. MBBS, BDS, BSc നഴ്സിംഗ്, വെറ്റിനറി കോഴ്സ്, ആയുഷ് എന്ന് പറഞ്ഞാൽ ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ കോഴ്സസ്. ഇതിനൊക്കെ പോകാൻ നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ആവണം. ഇതിനെവിടെയാ സീറ്റ് കിട്ടുക എന്ന് വെച്ചാൽ, നിങ്ങൾ നീറ്റ് എഴുതും. കേരളത്തിലെ ഒരു കുട്ടിയാണെങ്കിൽ നീറ്റ് എഴുതുമ്പോൾ കേരളത്തിലെ 85% സീറ്റിനും നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടാവും. അതേപോലെ ഓൾ ഇന്ത്യ കോട്ടയിൽ 15% സീറ്റ്. ഈ ഓൾ ഇന്ത്യ കോട്ടയിലെ 15% സീറ്റ് ഓൾ ഇന്ത്യ ഗവൺമെന്റ് കോളേജിലാണ്. ഇതുകൂടാതെ എയിംസ് പോലുള്ളതിന്റെ മുഴുവൻ സീറ്റുകൾ കിട്ടും, ജിപ്മർ പോലുള്ളതിന്റെ മുഴുവൻ സീറ്റുകൾ കിട്ടും. അതൊക്കെ ഇതിൽ വരും. അതായത് MBBS, BDS ഒക്കെ ഇതിൽ വരും. ഇനി MBBS, BDS, BSc നഴ്സിംഗ് ആ കോഴ്സുകൾ ഞാൻ പറഞ്ഞു. ഇതുകൂടാതെ BSc നഴ്സിംഗ്, ജിപ്മറിൽ BSc നഴ്സിംഗ് കിട്ടാനും നീറ്റ് തന്നെയാണ്. മിലിറ്ററി നഴ്സിംഗ് സർവീസിന് പോകാനും നീറ്റ് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നീറ്റിന്റെ ബേസിലാണ്. ഈ പറഞ്ഞതെല്ലാം തന്നെ നീറ്റിന്റെ ബേസിലാണ്. ക്ലിയർ അല്ലേ? അതേപോലെയാണ് എയിംസിൽ MBBS മാത്രമാണ് നീറ്റ്. അവിടെ നഴ്സിംഗിനും പാരാമെഡിക്കലിനും സെപ്പറേറ്റ് എക്സാം ആണ്. എയിംസിന്റെ നഴ്സിംഗിന് ഒരു എക്സാം ഉണ്ട്, പാരാമെഡിക്കലിന് മറ്റൊരു എക്സാം ഉണ്ട്. ഇത് വേറെ എഴുതണം. അതേപോലെ ഐഷ്, മൈസൂര് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗില് BSLP കോഴ്സിന് സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. നീറ്റ് അല്ല, അവർക്ക് സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട്. ഇതാണ് സാധാരണ മെഡിക്കൽ അലൈഡ്. ഈ മെഡിക്കൽ അലൈഡ് എന്ന് പറയുന്നത് ഇതിൽ ഒരുപാടുണ്ട് കേട്ടോ. കേരളത്തിലെ MBBS-ഉം BDS-ഉം വെറ്റിനറി, ആയുഷ് കോഴ്സസ്. ഇതിൽ BSc നഴ്സിംഗിന്റെ കാര്യം തീരുമാനമായിട്ടില്ല, ഏത് രീതിയിലാണെന്ന് തീരുമാനമായിട്ടില്ല. പണ്ട് ഹയർ സെക്കൻഡറി മാർക്കായിരുന്നു. ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഫൈനൽ വന്നില്ല. ഇനി ഇതേപോലെ തന്നെ കേരളത്തിൽ വേറെയും കോഴ്സുണ്ട്. ഇപ്പൊ BSc ബയോടെക്നോളജി വരുന്നുണ്ട്, അതേപോലെ കോപ്പറേഷൻ ബാങ്കിങ് വരുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെ കുറെ കോഴ്സസ് വേറെയും വരുന്നുണ്ട് ഈ സ്ട്രീമിൽ. ഇതാണ് മെഡിക്കൽ അലൈഡ്. ഇനി എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് JEE എക്സാം എഴുതാം. JEE മെയിൻ, അത് ക്വാളിഫൈ ആയാൽ JEE അഡ്വാൻസ്ഡ്. അപ്പൊ JEE മെയിൻ ആണെങ്കിൽ NIT-കളും, JEE അഡ്വാൻസ്ഡ് ആണെങ്കിൽ IIT, IIIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണ്. അപ്പൊ JEE ശരിക്കും IIT, IIITs, NITs, IISc, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ JEE ആണ്. മെയിൻ ക്വാളിഫൈ ആയാൽ NIT-യിൽ അപ്ലൈ ചെയ്യാം, അഡ്വാൻസ്ഡ് ക്വാളിഫൈ ആയാൽ IIT, IIIT ഒക്കെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതൊരു വഴിയാണ്. പിന്നുള്ളത് കീമാണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് എക്സാം. അത് സ്റ്റേറ്റിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കാണ്. RIT പോലെ, അല്ലെങ്കിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, അതുപോലെ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കൊക്കെയുള്ള സ്റ്റേറ്റിലെ എഞ്ചിനീയറിംഗിന് വേണ്ടിയാണ് കീം. അതേപോലെ കീമിന്റെ ഒരു പേപ്പർ B.Pharm-ന് വേണ്ടിയും നടക്കുന്നു. പേപ്പർ 1 B.Pharm-ന് വേണ്ടിയുമുണ്ട്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ അത് കുസാറ്റാണ്. കുസാറ്റിലെ കോഴ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് കുസാറ്റിന്റെ എക്സാം എഴുതാം, കാറ്റ് എക്സാം എഴുതാം. അതേപോലെ ആർക്കിടെക്ചർ കോഴ്സിന് വേണ്ടി നാറ്റ എക്സാം എഴുതാം. അതിന് കേരളത്തിൽ വേറെ എക്സാം ഇല്ല. നീറ്റ് പോലെ ആർക്കിടെക്ചർ ആണെങ്കിൽ നാറ്റ എഴുതിയിട്ട് അതിന്റെ സ്കോർ ഉപയോഗിച്ച് കേരളത്തിൽ അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെയും അതുപോലെ നീറ്റ് എക്സാം എഴുതിയിട്ട് കീമിൽ രജിസ്റ്റർ ചെയ്താൽ മതി. എക്സാം എഴുതണ്ട ഈ കോഴ്സുകൾക്ക് വേണ്ടി, കേരളത്തിലെ കോഴ്സുകൾക്ക് വേണ്ടി കീം എഴുതേണ്ടതില്ല.
എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതിയാൽ മതി. ഇത് ഓരോ കാറ്റഗറിയുടെയും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ പിന്നീട് വീഡിയോ തരാം. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം. ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഏതൊക്കെ എക്സാം എഴുതാൻ തീരുമാനിക്കുന്നു, ഏതൊക്കെയാണ് നമ്മുടെ പ്ലാൻ എന്ന് ചൂസ് ചെയ്യാൻ മാത്രം. ഇനി UG അല്ലെങ്കിൽ PG ഇന്റഗ്രേറ്റഡ് കോഴ്സുകളിൽ വരുമ്പോൾ ഒന്ന് ഐസറിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഐസറിന്റെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ഉപയോഗിക്കും. അതേപോലെ CUET സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള കോമൺ എൻട്രൻസ് ആണ്. അപ്പൊ അതിൽ തന്നെയാണ് ഇപ്പൊ BSc അഗ്രികൾച്ചർ വരിക, ഐക്കറിന്റെ കോഴ്സുകളും ഒക്കെ അതിലാണ് വരിക. അപ്പൊ CUET ഒരുപാട് കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് എക്സാം എഴുതി അതിന്റെ റാങ്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്ന പരിപാടിയാണ് CUET ചെയ്യുക. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതിൽ വന്നിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് എക്സാം നൈസറിലേക്കുള്ള ഇന്റഗ്രേറ്റഡ് PGയുടെ നെക്സ്റ്റ് എക്സാം. അതുപോലെ സാറ്റിൽ കുറെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്, അത് എഴുതാം. അപ്പൊ ഇങ്ങനെ പല രീതിയിലാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉള്ളത്. അപ്പൊ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പ്ലാൻ ചെയ്യാം. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് താല്പര്യമാണോ അതോ മെഡിക്കൽ മാത്രമാണോ താല്പര്യം? ഇനി അതല്ല നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ്, ഒരു റിസർച്ച് ആണ്, ടീച്ചിങ് ആണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് നോക്കാം. അപ്പൊ ഇതിൽ ഏത് വേണം? ഇനി അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഫസ്റ്റ് ഓപ്ഷനിൽ ഫസ്റ്റ് ചാൻസിൽ കിട്ടണമെന്നാണെങ്കിൽ ഇത് മൂന്നും ചെയ്യാം. അങ്ങനെ ഇത്ര എക്സാമേ എഴുതാൻ പാടുള്ളൂ എന്നില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഓപ്ഷൻസ് ഇപ്പൊ പ്ലാൻ ചെയ്ത് വെക്കാം. കാരണം ഇനിയിപ്പോ ഓരോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഇപ്പൊ നിലവില് JEEയുടെ ഫസ്റ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ മാത്രമേ നിലവിൽ ഞാൻ ഈ ലിസ്റ്റ് പ്രകാരം പറഞ്ഞതിൽ വന്നിട്ടുള്ളൂ, വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ പ്ലാൻ ചെയ്യാം ഏത് എക്സാം ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഫേമിൽ അല്ലെങ്കിൽ ഏത് പ്ലാനാണ് നമുക്കുള്ളത്, ഏത് കോഴ്സിന് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുക. ഇപ്പൊ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റിസർച്ച് മാത്രമാണ്, അപ്പൊ അതിൽ മാത്രം സ്റ്റിക്ക് ഓണാവാം. അപ്പൊ ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ അടുത്ത സ്റ്റെപ്പ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് വെയിറ്റ് ചെയ്യുക, വരുമ്പോൾ അതിനെ അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകും, ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അപ്പൊ നമുക്ക് തോന്നും ഇപ്പൊ അപ്ലൈ ചെയ്യേണ്ട, അത് പിന്നെ നോക്കാം. പിന്നെ നമുക്ക് തോന്നും അത് നല്ലതായിരുന്നു. അപ്പൊ അതിനുവേണ്ടിയാണ് ആദ്യമേ ഒരു പ്ലാൻ ഉണ്ടാക്കാനുള്ള സമയം ഇപ്പോഴുണ്ട്. നിങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കുക. അപ്പോഴേക്കും ഓരോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. വരുന്ന മുറയ്ക്ക് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആവശ്യമുള്ളതാണെങ്കിൽ വീഡിയോയും, അല്ല ജസ്റ്റ് ഒരു ഓഡിയോയിൽ തീരുന്ന കാര്യങ്ങളാണെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴി ഞാൻ അതിന്റെ ഓഡിയോയും നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഒപ്പം എന്റെ നമ്പർ ഉണ്ട് താഴെ. ഞാൻ ലിങ്കില് വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും കൊടുക്കാം. അതിൽ ബാക്കി അപ്ഡേറ്റ് വരും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.